തൃശ്ശൂരിൽ നിന്ന് ആരംഭിച്ച യാത്രയിൽ ആദ്യം കണ്ടത് ഇതാണ് കേട്ടോ. പിന്നെ ഇത് കണ്ടപ്പോൾ കുറച്ച് ക്യൂട്ടായി തോന്നി. പിന്നെ നേരെ ടിക്കറ്റ് എടുത്ത് കണ്ണൂർക്ക്. പിന്നെ ആ ട്രെയിനിൽ കണ്ട കാഴ്ച എത്തും. ആഹാ അന്തസ്. പിന്നെ നമ്മുടെ ചെങ്ങായിയുടെ അടുത്ത് എത്തി. ചെങ്ങായി മാസ്ക് ഒക്കെ ഇട്ട് സുന്ദരനായിട്ട് ഇരിക്കുക. കാരണം മഹാരാജാസിലെ പിള്ളേരുണ്ടേ ട്രെയിനിലേ, അവർ മണാലിക്ക് ഒരു ട്രിപ്പ് പോയായിരുന്നു. ഈ ഒരു നോട്ടം കാണുമ്പോൾ ഒട്ടുമിക്ക ആൺപിള്ളേർക്ക് സംഭവം പിടികിട്ടിയിട്ടുണ്ടാവും ആരെയും നോക്കിയിരുന്നു. പിന്നെ അവൻ്റെ ഉമ്മ കൊടുത്തയച്ച പഴംപൊരിയും കഴിച്ച് ഞങ്ങളെ യാത്ര തുടങ്ങി. ആഹാ എന്ത് രസമായിരുന്നു എന്നറിയോ. പിന്നെ കുറച്ച് കാഴ്ചകൾ കണ്ട ഒരു ക്യൂട്ട് സ്മൈലിട്ട് അവൻ ഇരുന്നെങ്കിലും അടുത്തത് ഞങ്ങൾ തുറന്നത് ഞങ്ങളുടെ ലെമൺ റൈസാണ് വിത്ത് ബീഫ്. ഓഫ്, അതൊരു വൈബ് തന്നെയായിരുന്നു ഒരു ട്രെയിനിൽ. കഴിച്ചു, ഉറക്കം സ്റ്റാർട്ട് ചെയ്തു. അവനൊരു ഉറക്കപ്രിയനാണെങ്കിലും എണീറ്റു. പിന്നെ ഒരു ചായയും കുടിച്ചു. ഇതെല്ലാം കാണിക്കുന്നത് ആരെ കാണിക്കാനാണ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഈ ഒരു ക്യൂട്ട് സ്മൈൽ അവൻ ഇട്ടതും ആരെ കാണിക്കാനാണ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഞാനൊരു ചെറിയൊരു ക്യൂട്ട് സ്മൈലാണ് ഉദ്ദേശിച്ചത് ഗൈസ്. പിന്നെ ഇത് എന്നെ തന്നെ ഞാൻ വീണ്ടും കാണിച്ചു. ഞാനുണ്ടെന്ന് അറിയണമല്ലോ ഏത് ഈ യാത്രയിൽ. ഗോവ എത്തി. അവിടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ ഗോവയ്ക്ക് ഒരു ട്രിപ്പ് പോയി കാണുന്നുണ്ട്. വേറൊരു സ്റ്റോറി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ. പിന്നെ ഇവിടെ നേരെ കയറി ട്രെയിനിൽ കയറി ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വീണ്ടും ലെമൺ റൈസ് എടുത്ത് ബീഫ് എടുത്തത് അവസാനത്തെയാണേ. പിന്നെ അവൻ്റെ ഉറക്കം കണ്ട് ഞാൻ തന്നെ പേടിച്ച് ചത്ത ശവത്തിനും ഡീസൻ്റായി കിടക്കും. അതും ട്രെയിനിൽ. രാവിലെ എനിക്ക് പല്ലേച്ചത് ബ്രെഡ് എടുത്തു, ജാം എടുത്ത് തേച്ച് ഒരേ പിടി. പിന്നെ കുറച്ച് നേച്ചുറൽ വൈബ്സ് ആഘോഷിക്കാമെന്ന് വിചാരിച്ചത് പുറത്തേക്ക് അങ്ങോട്ട് നോക്കിയേക്കാം. ഏത് മൂഡ്? നാച്ചുറൽ മൂഡ്. പിന്നെ അവിടുത്തെ ഭായിമാരൊക്കെ കണ്ട് അവരെ ഹിന്ദി നമുക്ക് മനസ്സിലാവുണ്ട്. ഓനെ എന്തൊക്കെയോ തലാട്ടുന്നുണ്ട്. ഓവരായിട്ട് ഭയങ്കര കമ്പനി. പിന്നെ അവരായിട്ട് ഒരേ സംസാരം. അവർ നമ്മളെ വിടണേ ഇല്ല. പിന്നെ അവരുടെ ഉപദേശം കേട്ട് നമ്മുടെ ഡൽഹി നിസമുദ്ദീനിലെത്തിയ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ ഞങ്ങളുടെ റൂം എടുത്ത് ബട്ടർ നാനും കഴിക്കുന്നത് തമ്പുരാനറിയാം. മുസി കട്ട വെയിറ്റിംഗാണ് ഗൈസ്. മഞ്ചൂരിയൻ, ഇതാണ് ഇവിടുത്തെ മഞ്ചൂരിയൻ കേട്ടോ. പ്ലെയിൻ ആൻഡ് മഞ്ചൂരിയൻ, പ്ലെയിൻ ആൻഡ് മഞ്ചൂരിയൻ. ഓ, നെക്സ്റ്റ് ഡേ നിസാമുദ്ദീൻ മെട്രോ. ഗൈസ് മെട്രോ നല്ല വൃത്തിയുണ്ട്. വലിയ വൃത്തിയൊന്നുമില്ല, നോർമൽ വൃത്തി. ഒന്നും മനസ്സിലാവണ്ടുള്ള നിപ്പോട്ടൊക്കെ. ഓനൊരു പിടുത്തമില്ല. എന്താ നോക്കണ്, എവിടെയാ വായിക്കണ്. മെട്രോന്ന് 2 ടിക്കറ്റ് എടുത്ത് നേരെ സരോജിനി മാർക്കറ്റ്. അപ്പോൾ സരോജിനി മാർക്കറ്റിലേക്ക് പോകാനുള്ള ഒരു വെയിറ്റിങ്ങിലാണ്. മെട്രോൻ്റെ സേഫ്റ്റി ഒക്കെ കൊള്ളാം, ഇഷ്ടപ്പെട്ടു. പിന്നെ മെട്രോ വരാനുള്ളൊരു കാത്തിരിപ്പ്. അത് കഴിഞ്ഞതേ നേരെ മെട്രോ അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ സരോജിനി മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു സ്റ്റേഷൻ. എന്തെല്ലാം വാങ്ങണ്ടെന്ന് പറഞ്ഞില്ലേ? ജോഡിൻ്റെ കർമൽസോണം ഫ്രീസർ, അല്ലാതെ ഫ്ലേസറാ. പിന്നെന്താ ഒരു സെറ്റ് ഷർട്ട് എന്തായാലും വേണം. ഈ തണവോ പറ്റുന്നില്ല. കാശ്മീരിൽ എങ്ങനെയാണോ എന്തോ തിരക്കിന്നുണ്ടോ. സിഗ് വലിച്ചു വിട്ട പോകെയല്ല ഗൈസ് ഈ കാണുന്നത്. തണുപ്പത്തിനുണ്ടെങ്കിൽ 11 മണിക്ക് ഇത് ഓപ്പൺ ആവുള്ളൂ കേട്ടോ. നമ്മളിവിടെ 10 മണിക്ക് എത്തിയിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് തേരാപാര നടക്കുന്ന. 11 മണിക്ക് വന്നാൽ മതി. 11 മണിയല്ല, ഒരു 12 മണിക്ക് വന്നാൽ മതി. ഇത് മാത്രമേ ഉള്ളൂ. വെറുതെ ഇതിൻ്റെ അമ്മക്കാർക്കാർ ചായ കുടിച്ചാലോ? ചായ മാത്രമേ ഉള്ളൂ മൊത്തം. എന്താ ഭയ്യ നിങ്ങൾക്ക് വലിച്ചാണോ? എന്താ ഭയ്യ എടാ ഇവിടെയാണ് ഫുഡ്. മുസി ഇവിടെ 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 സരോജിനി മാർക്കറ്റിൻ്റെ ഉള്ളിലോ പുറത്തോ എവിടെ പോയാൽ നിങ്ങളൊരു നോട്ടം നോക്കിയാൽ മതി. ഇപ്പോൾ വാച്ച് പിടിക്കുന്ന ആളൊരു നോട്ടം നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടു. പിന്നെ അവർ നമ്മുടെ പിന്നാലെന്ന് പറഞ്ഞില്ല ഒരു കൂട്ടാൾക്കാരാണ് ഞങ്ങളുടെ പുറത്ത് കൂടെ. ഞങ്ങൾ എന്തെങ്കിലും മേടിക്കുന്നൊക്കെ പറഞ്ഞ് നമ്മൾ സരോജിനി മാർക്കറ്റ് ചെന്നപ്പോൾ തന്നെ വാച്ചും ബെൽറ്റും നിറഞ്ഞു ഞങ്ങളെ കൊണ്ട്. ദൈവമേ എങ്ങനെയും രക്ഷപ്പെട്ടാൽ മതി എന്നായിരുന്നു. ഏതൊരു കട ഓപ്പണായി കണ്ടപ്പോൾ മൂസി ആദ്യം പോയി ജാക്കറ്റ് നോക്കിയിട്ടോ. പിന്നെ അവിടുത്തെ ആളുടെ ആറ്റിറ്റ്യൂഡ് നിങ്ങൾ തന്നെ കണ്ടോ. മൂസി അതിൻ്റെ വില ചോദിക്കണതും. ആദ്യം ഒരു കട തുറന്നതാണേ. ഹിന്ദി അറിയാത്തതിൻ്റെ കുഴപ്പമൊന്നും ഉണ്ട്. ദേ മൂസിയുടെ വില ചോദിക്കലെല്ലാം നിങ്ങൾക്ക് ഇതിൽ കാണാം. നല്ല സാധനമാണ്, ക്വാളിറ്റി. വേടാ വരാടാ. ഇംഗ്ലീഷ് അയാൾക്ക് ഇംഗ്ലീഷ് അറിയില്ല. ഞാൻ എന്താക്കണ്ടേ? അവളോട് എത്ര ചോദിച്ചു. അയാൾക്ക് കച്ചവടമൊന്നും ചെയ്യണ്ടെന്ന് ഒരു മെയിൻ്റെ ഒരു ഇല്ലാടാ.
ബാർഗെയിനിങ് സ്കില്ലില്ലാതെ നിങ്ങൾ ഇവിടെ പോയിട്ട് ഒരു കാര്യമില്ല. അറ്റ്ലീസ്റ്റ് കുറച്ച് ഹിന്ദി അറിയുന്ന ഒരാളെ കൊണ്ടുപോയിട്ടേ നിങ്ങൾ കാര്യമുള്ളൂ കേട്ടോ. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഹിന്ദി അറിയാതെ ദൈവമേ. ഇങ്ങനെ പറഞ്ഞാൽ മതി. ബാംഗ്ലൂരാന്ന് പറയാ. ബാംഗ്ലൂർ മേരാ ഘർ ബാംഗ്ലൂരേ നമുക്കോ പൈസ മാലൂമേന്ന് പറഞ്ഞാൽ മതി. ഞാൻ ആ സോക്സ് അങ്ങനെയാ. സോക്സ് എന്നോട് 150 പറഞ്ഞില്ലേ, ഞാൻ ബാംഗ്ലൂരാന്ന്. എനക്ക് ബാംഗ്ലൂരിൽ 80 റുപ്യൊക്കെ ഞാൻ വാങ്ങല്. എന്നിട്ട് അയാൾ എന്നോട് 80 റുപ്യൊക്കെ എടുത്തു. ഞാൻ പറഞ്ഞ അക്ക് വേണ്ട, ഇതിലും കുറച്ചിട്ടുണ്ട്. എന്നിട്ട് എന്നോട് 100 റുപ്യൊക്കെ 2 100 റുപ്യല്ല ആദ്യം പറഞ്ഞേ. അവിടെ കടിയില്ലടാ. ചായക്കടി ഇല്ലാത്ത വിഷമത്തിൽ ഞങ്ങളത് നേരെ പാവ് ഭാജി പഠിക്കാന്ന് വിചാരിച്ചു. ഏത് മൂഡ്? പാവ് ഭാജി മൂഡ്. പാവ് ഭാജി ഗൈസ്. ഓ ബട്ടർ ബൺ. ഏത് മൂഡ്? ഡൽഹി മൂഡ് ഗൈസ്. ഷോപ്പൊക്കെ ഓപ്പണായി വരുന്നുണ്ട്. എന്താ പറയാ അതിൻ്റെ താടി? ഒന്നും പറയാനില്ല, എല്ലാം ഉണ്ട്. A to Z. ഫാനുണ്ട് മൂസി. ബാഗ് എടുക്കാൻ ഗൈസ്. ആ കണ്ട ബാഗ് ഞാൻ അങ്ങോട്ട് ചാമ്പിട്ടാ. 1000 രൂപ പറഞ്ഞ ബാഗ് ഞാൻ 250 രൂപയ്ക്ക് ചാമ്പി. ഞാനൊരു കഴിവേറി തന്നെ. വേണ്ടോ വേണോ? डबल वाला दोनों साइड का है। नहीं चाहिए? नहीं चाहिए, नहीं चाहिए। गुड लक कर दो। ना ना नहीं चाहिए दादा, कम से कम नहीं चाहिए। नहीं मुसी पे टूटा है। क्या वीडियो बना रहा है? ഇതിന് വിടുന്നില്ലേ? ഇവിടെ വ്ളോഗിങ്ങിന് ഭയങ്കര പ്രശ്നം. എളുപ്പമല്ല. വീട്ടിലും പാച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചാക്കല്ലേ തലമിലാവും. അങ്ങനെ അത്യാവശ്യം എല്ലാ കടകളും തുറന്നിട്ടുണ്ട്. 11-11 സമയമുണ്ട്. ഞങ്ങൾ നേരെ പോവാണ്. സാധനങ്ങൾ മേടിക്കണം. അറിയാം, കാശ്മീർ ജാക്കറ്റ്, സ്വെറ്റ് എല്ലാം മേടിക്കണം. അപ്പോൾ നമ്മളിത് ആദ്യം ജാക്കറ്റിൻ്റെ കടയിലെത്തി. ഒരു ജാക്കറ്റ് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഒരു സ്വെറ്റ് ഷർട്ട് കണ്ടത്. അപ്പോൾ അതിൻ്റെ ബാർഗെയിനിങ് കാണാനാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. മുസി ഇതിൻ്റെ ഇടയിൽ ഇട്ട് നോക്കുന്ന സീനുണ്ട്. അപ്പോൾ അതിൻ്റെ ബാർഗെയിനിങ് വേറെ ലെവലാണ് കേട്ടോ. അവിടുത്തെ സ്വെറ്റ് ഷർട്ട് ട്രൈ ചെയ്യാൻ വേണ്ടി മുസിയുടെ ഹുഡി ഊരി. ഈ ഹുഡി ഊരുന്നത് വല്ലപ്പോഴാണ്. ബാംഗ്ലൂർ പോയ ഈ ഹുഡി ഒരു ചരിത്രം നിങ്ങൾ കാണാൻ വഴിയില്ല. മുസി എവിടെയുണ്ടോ അവിടെ ഈ ഹുഡി ഉണ്ടായിരിക്കും. H&M ഒക്കെയാന്നൊക്കെ പറയുന്നു, തമ്പുരാനറിയാം, അത് വേറെ. അങ്ങനെ സ്വെറ്റ് ഷർട്ട് ഇട്ട് നോക്കി കറക്റ്റാണോ നോക്കി, സുന്ദരനാണോ, കഴുത്തെന്തോ കുടുങ്ങിയെന്ന് തോന്നുന്നു. ദൈവം എന്തോ ഉണ്ടായി ഇതിൻ്റെ ഇടയിൽ. ഇതെന്തും മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ആള് കുറച്ച് സെലക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ഇട്ട് നോക്കി ബോധിച്ചാൽ മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ്. എല്ലാം ഓക്കെയാന്ന് പറഞ്ഞ് ഞാൻ അവനെ സമാധാനിപ്പിച്ച്, ഇത് ഉള്ളിലിടേണ്ടതാണല്ലോ, അപ്പോൾ എന്തായാലും കാണില്ല. അപ്പോൾ പിന്നെ ഇട്ട് പോയാലും പ്രശ്നമില്ല എന്നൊരു മൈൻഡിൽ സെറ്റാക്കി ഞാനോട് ഊരാൻ പറഞ്ഞപ്പോൾ അവൻ ഫുൾ ഡ്രസ്സ് ഊരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. അടുത്ത ഊരിക്കോ. भैया पैक कर सामी ना. ഇത് കഴിഞ്ഞ അണ്ണൻ്റെ ഒരു ബാർഗനിങ് ഉണ്ട്. അത് നിങ്ങൾ എന്തായാലും കണ്ടോളൂ. ഒരിക്കലും മിസ് ചെയ്യാത്ത ഒരു ബാർഗനിങ് ആണ്. എല്ലാവർക്കും ഇതിൽ നിന്ന് പഠിക്കാനുണ്ട്. ഓക്കെ ഓക്കെ വെക്കണ്ട ഭായി, വെക്കണ്ട പ്ലീസ് പ്ലീസ്. വെറൈറ്റി ഓക്കെ. അങ്ങനെ അതും കഴിഞ്ഞ് ഞങ്ങളൊരു മൊമോസും കഴിച്ചു. ഇനി അവിടെ നിന്ന് മൊമോസ് കഴിച്ചില്ലെന്ന് വേണ്ട, അതും കഴിച്ച് തിരിച്ച് യാത്ര. ക്ഷീണം പിടിച്ച് കഴിച്ചു കഴിഞ്ഞില്ല. തിരിച്ച് പോകണ വഴിക്ക് ഈ ജ്യൂസ് കണ്ടപ്പോൾ കുടിക്കാൻ തോന്നി. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ ഫുഡ്സും ജ്യൂസൊക്കെ ഇഷ്ടമാണല്ലോ. നല്ല ജ്യൂസായിരുന്നു, പക്ഷെ ഉപ്പിട്ട തന്നേന്ന് മാത്രം. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. സൂപ്പർ സാധനം.
അങ്ങനെ രാത്രി സ്ട്രീറ്റ് ഫുഡ് പഠിക്കാൻ വെച്ചിട്ട് റൂമിലൊക്കെ പോയി തിരിച്ച് ജുമാ മസ്ജിദിൽ ഇറങ്ങി സ്ട്രീറ്റ് ഫുഡാണ് ട്രൈ ചെയ്യാൻ ഫോട്ടോഗ്രാഫി ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുത്തേ ഫോൺ വിളിക്ക് പിടിച്ചിട്ട് ഏത് മൂഡ് മസേ മൂട് മൂഡ് ആ മുസ്ലിം എവിടെയാ മട്ടന്റെ നല്ല ശീകാബ പഠിച്ചാലോ. ഈ കാണുന്ന സാധനം എനിക്ക് അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം കേട്ടോ. കിഡിലൻ സാധനം. കിഡിലൻ എന്ന് പറഞ്ഞാൽ കിഡിലൻ. എന്താന്ന് വെച്ചാൽ മേടിക്കും. എന്താന്നറിയില്ല പയ്യ. എല്ലാ കടയ്ക്കും പോണ്ട്. ഈ നായിൻ്റെ എല്ലാ കടയും പറ്റും വയറ് നോക്കി ചോദിക്കണ പോലെ വയറാണ്ടാ ഓട്ട വയറൻ എല്ലാം നോക്കി തിന്നു. മാതിരി വയറ് ഞാൻ ഒറ്റ പൂച്ചയ്ക്ക് കണ്ടിട്ടില്ലേ. ഇത് പ്രസവല്ല, അത് തിന്നിട്ട് ആഹാ മുസിക്ക് കിട്ടി. മുസിരായത്തെ രസീതിന്റെ പേരെന്താ മുസിക്ക് അറിയില്ല. കൊള്ളാം, അടിപൊളി സാധനം. ഓ ചീത്ത സാധനം നല്ലണ്ടാ. സൂപ്പർ സാധനം മേടിക്കാനുള്ള പുറപ്പാട്. डैडी किधर है? ओके नाम क्या? वालेकुम अस्सलाम. എന്തൊക്കെയാ പോന്നടാ. ഓടിക്കോ. ये फुल डालो 100. 3 പീസ് 100 പറഞ്ഞോ. 500 ग्राम है. 500 का? हाँ 500 ग्राम है ये. 300 रुपया. हाँ ये 100 रुपये में अभी रेट है. മുസി പറയുന്നുണ്ട്. പറയും എന്താന്ന് വെച്ചാൽ അവരോട് പറയും. ये 3 पीस 100. हाँ 3 पीस. बड़ा पीस डालो. तो तुम्हारा पिताजी अब्बा है? हमारे चाचा. चाचा. अब्बा का अब्बा. ഇത് നോക്കാൻ പോയിട്ടാ മുസി. भाई. अब्बा का भाई. तुम्हारा नाम क्या है? नामुद्दीन. नामुद्दीन. अस्सलाम वालेकुम. वालेकुम अस्सलाम. आपका? मोहसिन. കേരള സേ ആവോ. ओके. സാധനം ഒരു നോർമൽ ചിക്കൻ കഴിക്കുന്ന പോലെ ആയിരുന്നു കേട്ടോ. വലിയ ടേസ്റ്റ് എന്ന് പറയാനില്ല, എന്നാ ഇതൊന്നും പറയാനില്ല, ചുമ്മാ കഴിക്കാന്ന് മാത്രം. ഇതെന്തിനാ നിർത്തിപ്പൊടിച്ചിട്ട് വെക്കുക? ഇതെന്താടാ ചിക്കനാ നിർത്തിപ്പൊടിച്ചിട്ടുണ്ട്. ഭയങ്കര തണുപ്പില്ല, ഭയങ്കര തണുപ്പില്ല. ബാക്കി സാധാ ഷോപ്പാ. തിരിച്ചു പോലെ ഗൈസ്. ഇവിടെ നല്ല രസമുണ്ട്. അവിടെ വീട്ടേക്ക് വാങ്ങിയാൽ പെൺകുട്ടിയാണ് കള്ളല്ലേ. മുസി ഐഡി നോക്കുന്നുണ്ട്. कॉलेज ये लड़की हम ट्रेन में. हाँ और लड़की हमारा फ्रेंड ഇംപ്രസ്ഡ് ആയി ഗൈസ്, ഇംപ്രസ്ഡ് ആയി. ഇന്ന് ട്രൈ ചെയ്തിട്ടുള്ള കാര്യം ഫേമസ് ആണ് മുസി. कवर अच्छा करता है वीडियो. क्या इधे ब्लॉगर अच्छा शूट अच्छा होता है ना. हाँ अच्छा वाला കാണിക്ക്. ഭയ്യ എന്താ ഒരു ഹായ് കൊടുക്കോ. ഹായ് हाय आयो. എന്നിട്ട് എടുക്കണ ഇതെടുക്കാ. ഫേമസ് ആയി. मतलब फर्स्ट टाइम ट्राई. ആ ഫസ്റ്റ് ടൈം ട്രൈ. എടാ മുസി ഇതെന്താന്ന് വെച്ചാ दोनों क्या है? एंड बटर स्कॉच एंड एप्पल.
and Shahi Kesar in ये Zafran. मोहब्बत का शरबत है ना? Sharbat hai mohammed and watermelon and of the same. हाँ ठीक है ठीक है ഇത് कितना 80 and 80 and 60. 60 കൂടെ तो ये लड़की मो हाउ यू मीट सोशल मीडिया इंस्टाग्राम ഏറ്റവും മികച്ച ഉസി നീ മൂഞ്ചിരുന്ന നായി അച്ഛനൊക്കെ ഇവിടെ കളിക്കുന്നേ നമ്മളെല്ലാം എന്ത് വേസ്റ്റ് ഓ അങ്ങനെ പ്രൊഫഷണൽ ടച്ച് പ്രൊഫഷണൽ വൈബിട്ട ഗൈസ് വൈഡാക്കി കാണിച്ചേ നാളെന്തൊക്കെയോ സ്റ്റെപ്പ് ഇടുന്നുണ്ട് മലയാളം പാട്ട് ഓ ഓ ഇതാണ് മുഹമ്മദ് സർബത്ത് മുഹമ്മദ് സർബത്ത് ഒരു തരലുണ്ടേ പോയാ പോയി പളി 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 ആയി അടിപൊളി സാർ അടിപൊളി ഉണ്ടാക്കുന്നുണ്ട് കാര്യം ഒരേ ചാമ്പല് ഇതൊരു മാർക്കറ്റാണ് കൈസ് ഫുഡിന്റെ മാർക്കറ്റ് അത്രയും ഉണ്ട് അത്രയുണ്ട് ഇതൊക്കെ ഒന്നുകൊണ്ടും തിരിയുന്നില്ല അറിയാത്തോണ്ടാണ് പൈസ ഇല്ല അത് അറിയില്ല പൈസ ഉണ്ട് കൈസ് വില കളയല്ലേ അല്ലാഹു അക്ബർ ഗൈസ് തിരക്കണ്ട എന്താണ് രാജു മുഹമ്മദ് ഹുസൈനിന് എന്താ റീസണ് ഒറ്റൊരു റീസൺ അയാൾ ഇരുത്തം അതാണ് അയാളെ ബ്രാൻഡ് ഇതെല്ലാം കണ്ടു നമ്മളെ നാട്ടിൽ ഇതെല്ലാം ആണെങ്കിൽ അടി പൊട്ടിയിട്ടുണ്ട് ഇവിടെ അങ്ങനത്തെ സീനൊന്നുമില്ല ഇവിടെ എന്തെല്ലാം നടക്കുന്ന ഇവിടെ വണ്ടി വലിയ കുതിര പോലത്തെ വണ്ടിയോ ഇതൊക്കെയാണ് ഇവിടുത്തെ സിസ്റ്റം ഭയങ്കര തിരക്കാണ് ക്രൗഡാണ് നമ്മളെ മുഹമ്മദ് സർബത്ത് ഇങ്ങനത്തെ ഒറ്റ ഇരുത്തം കൊണ്ട് ഫേമസ് ആയ കടയാട്ട ഗൈസ് ആ നേരത്തെ കഴിച്ച അതേ ചിക്കൻ തന്നെയാണ് ആ ഇരുത്തം കൊണ്ട് ഫേമസ് ആയ ഒരു കടയാണ് ഓ വർത്താനം ഇടേണ്ട ആൾ വെറുതെ അങ്ങനെ ഇരിക്കുക ഹാജി മുഹമ്മദ് ഹുസൈൻ അതായിരുന്നു ഞങ്ങളുടെ അവസാനത്തെ തീറ്റാട്ടാ ഇത് കഴിഞ്ഞതേ ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി പിന്നെ ഇപ്പം നിങ്ങൾ ഈ കണ്ടതിൽ കുറേ തെറ്റുകളുണ്ടാകുന്നറിയാം കാരണം ഇത് ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ഈ വോയിസ് ഓവർ എടുക്കുന്നത് വ്ളോഗിങ് എടുക്കുന്നതും എല്ലാം ആദ്യമായിട്ടാണ് സോ അറിയാലോ എന്താ പറയാൻ വരുന്നതിന് അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം